പശ്ചാത്തലത്തിൽ കാണുന്നത് പുരാതന മാതൃകയിൽ പൂർണ്ണമായും കളിമൺ മിശ്രിതത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു പള്ളിയാണ്. ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് വക്ര സൂക്കിലാണ്. കടൽ തീരത്ത് നീലജലാശയത്തിന്റെ നിറബിംബമാണ് ഈ ആരാധനാലയം. വ്യാപാരവും വിൽപ്പനയും വിനോദവും ഒരുമിച്ച് കോർത്തിണക്കി മുനിസിപ്പൽ കോർപ്പറേഷൻ രൂപകൽപ്പന ചെയ്ത ഈ പൗരാണിക അറേബ്യൻ വാസ്തുശില്പ മാതൃകയിൽ നിർമ്മിക്കപ്പെട്ട സൂഖ് അൽ വക്ര അവധിക്കാലത്ത് സ്വദേശികളുടെയും വിദേശികളുടെയും കുടുംബങ്ങൾക്ക് സൗഹൃദ സംഗമത്തിനും കുട്ടികൾക്ക് വിനോദത്തിനുമുള്ള പ്രശാന്തമായ ഒരു ഇടം കൂടിയാണ് ഈ കേന്ദ്രം. കുഴച്ചെടുത്ത പ്രകൃതി മണ്ണിലും മണലും കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ പള്ളിയിൽ എയർ കണ്ടീഷണറുകൾ പ്രവർത്തിപ്പിച്ചില്ലെങ്കിലും സ്വാഭാവികമായ തണുപ്പ് നിലനിൽക്കുന്നു എന്നതാണ് വലിയ ആകർഷണം. അതുകൊണ്ട് തന്നെ മണ്ണിൽ സാഷ്ടാംഗം പ്രണമിക്കുക എന്നത് വിശ്വാസത്തിൻ്റെ മാറ്റു വർദ്ധിപ്പിക്കുമെന്ന അറേബ്യൻ സാംസ്കാരിക മഹിമ തന്നെയാണ് ഇത്തരം പൗരാണിക ആരാധനാലയങ്ങൾ നിലനിർത്താൻ ഭരണകർത്താക്കളെ പ്രേരിപ്പിക്കുന്നതും. ലോകത്തെ ഏറ്റവും മികച്ചത് സ്വായത്തമാക്കുക, അത് തങ്ങളുടെ രാജ്യത്തെ നിർമ്മാണ മേഖലയിൽ കലാപരമായി സൃഷ്ടിച്ച് മികച്ച ക്ലാസ് നിർമ്മിതികളാക്കി മാറ്റുക എന്നത് ഖത്തറിന്റെ ദേശീയ മുദ്രാവാക്യമാണ്. വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന പബ്ലിക് വർക്ക്സ് എന്ന അഷ്കാൾ ഡിപ്പാർട്ട്മെന്റ് മികച്ച നിർമ്മിതിയുടെ പരിപൂർണതയ്ക്കായി എന്നും പ്രതിജ്ഞാബദ്ധവുമാണ്. ഖത്തർ ഡിസർവ് ദ ബെസ്റ്റ് എന്ന പ്രഖ്യാതമായ സ്ലോഗൻ അതിൻ്റെ മികച്ച തെളിവുമാണ്. ഏത് നിർമ്മാണ സംരംഭത്തിലും തങ്ങളുടെ സാമ്പ്രദായിക രീതിയിലുള്ള പേർഷ്യൻ സൗന്ദര്യ സങ്കല്പങ്ങൾ കൈവിടാത്ത പാരമ്പര്യം ഖത്തർ ഉയർത്തിപ്പിടിക്കുന്നു എന്നതാണ് സത്യം. അറേബ്യൻ നാടോടി സംസ്കാരത്തിന്റെ ശേഷിപ്പുകളും സാംസ്കാരിക വികസനത്തിന്റെ വഴിത്താരകളും
വാക്കിലും മൊഴിയിലും ദൃശ്യാവിഷ്കാരത്തിലും പകർത്തിവെക്കുക എന്നതാണ് ഒരു രാജ്യം സ്വയം പര്യാപ്തമാകുന്നു എന്നതിൻ്റെ മികച്ച ഉദാഹരണം. തനതായ ഐഡന്റിറ്റി സൂക്ഷിക്കുന്ന ഒരു ജനതയ്ക്ക്, ഒരു ദേശത്തിനും മാത്രമേ ഈ മൗലിക സാംസ്കാരിക മുദ്രകൾ കൈവിടാതെ സൂക്ഷിക്കാനാവൂ എന്ന പരമാർത്ഥവും നാം പഠിക്കേണ്ടതുണ്ട് ഇതിൽ നിന്നും.